പാസ്റ്റർ സബിൻ ജോസഫ്, മറ്റ് ദൈവമക്കൾ എല്ലാവർക്കും ഇന്ന് രാത്രികാലം യേശുക്രിസ്തുവിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുക. കാരണം പ്രത്യേകിച്ചും പ്രിയ സബിൻ പാസ്റ്ററോട് ഒരുമിച്ച്, കാരണം ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ, ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയം പോലെ ഞാൻ ചിന്തിച്ച ഒരേ ഒരു കാര്യമാണ്, ഇതിന്റെ പിറകിൽ ഞാൻ ഇവിടെ ഇരുന്ന് യേശു കർത്താവിന്റെ വചനം അല്ലെ കർത്താവിന്റെ സാക്ഷ്യം പറയുന്നതിന്റെ പിറകിൽ കർത്താവ് ഉപയോഗിച്ച ഏറ്റവും അധികമായിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് പാസ്റ്റർ സബിൻ ജോസഫ്. ഞാൻ ഓർക്കുകയാണ്, ഒരു പക്ഷേ സബിൻ, ഞങ്ങളന്ന് സബിൻ എന്നാ വിളിച്ചുകൊണ്ടിരുന്നേ. അന്നൊരു ചെറിയ പയ്യനായിരുന്നു. 20 വർഷം മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരുമ്പോ എന്റെ അനിയന്റെ ഫ്രണ്ട് ആയിരുന്നു. അന്ന് കടന്നു വരുമ്പോൾ ഞാൻ കരുതിയില്ല ഇത്രയും വലിയൊരു ചേഞ്ച് എന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്രകാരം കർത്താവ് ഞങ്ങളുടെ വീട്ടിൽ അയച്ച ഒരു വ്യക്തിയാണ്. കർത്താവിന്റെ വചനം പറയേണ്ടതിന്, കർത്താവിനെ പറ്റി പറയേണ്ടതിന്, അല്ലെങ്കിൽ എന്നെ വീണ്ടെടുക്കേണ്ടതിന് കർത്താവ് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് പാസ്റ്റർ സബിൻ ജോസഫ്. ആ പാസ്റ്ററോട് ഒരുമിച്ച് ഇന്ന് രാത്രികാലം ആയിരിക്കുന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. കർത്താവിന് സർവ്വ മഹത്വവും കരയറ്റുകയാണ്. ഇന്നലെ സബിൻ പാസ്റ്റർ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, മെസ്സേജ് കൊടുക്കണമെന്ന് പറഞ്ഞു. മെസ്സേജിന് ഒരുങ്ങിയിരുന്നപ്പോഴാണ് പറഞ്ഞത് സാക്ഷ്യവും ചേർത്ത് പറയണം എന്നിങ്ങനെ പറയുകയുണ്ടായി. എന്തായാലും കർത്താവ് നിയോഗിക്കുന്ന പോലെ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ പറഞ്ഞതുപോലെ 20 വർഷം മുമ്പ് 2002, 2003 സമയത്ത് സബിൻ ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റർ വരുമ്പോൾ എന്റെ അനിയന്റെ ഒരു കൂട്ടുകാരനായിട്ടാണ് വരുന്നത്. ചെറിയ പയ്യനായിട്ടാണ് വരുന്നത്. പക്ഷെ വരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്, ഞങ്ങൾ ഹൈന്ദവ നായർ കുടുംബക്കാരാണ്. വീടിന്റെ അടുത്ത് അമ്പലമുണ്ട്. ഹിന്ദുക്കളുടെ ഒരു ഏരിയ ആണ്. അതിനകത്ത് ആരും, എന്റെ ഓർമ്മയിലൊന്നും ആരും ട്രാക്റ്റ് ആയിട്ട് വന്നതോ സുവിശേഷം പറയാൻ വന്നതായിട്ടോ എന്റെ ഓർമ്മയിലെങ്ങും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ദൈവം തന്റെ മകനെ അങ്ങോട്ടേക്ക് അയച്ചത്. ആ ചുറ്റുപാടൊന്നും ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിനെ പറ്റി അധികം അറിഞ്ഞുകൂടാ. കാരണം തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ ജാക്കോബറ്റ് ഫാമിലി ഉണ്ടെന്നല്ലാതെ വേറെ ആരും ഒരു ക്രിസ്ത്യൻസുമായിട്ടോ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരായിട്ടോ വിശ്വാസികളായിട്ടോ ഒന്നും ഞങ്ങൾക്ക് ഒരു പരിചയങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ആലോചിക്കുക, കർത്താവ് ഒരാളെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കർത്താവ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കർത്താവ് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ, ഏത് സിറ്റുവേഷൻ അകത്തിരുന്നാലും അതിനകത്ത് കർത്താവ് തന്റെ മക്കളെ അയച്ച് അല്ലെങ്കിൽ തന്റെ വേലക്കാരെ അയച്ച് വിരിവിക്കുമെന്നുള്ളതാണ് കർത്താവിന്റെ കാര്യമെന്ന് പറയുന്നത്. അപ്രകാരം അന്നാളിൽ ഞങ്ങളുടെ വീട്ടിൽ പുറമേ നിന്ന് നോക്കിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പുറമേ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയപ്പെടുന്ന വീട്ടുകാരാണ്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനകത്തൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. സന്തോഷമോ സമാധാനമോ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു, ദൈവമുണ്ടോ? ആരാ ദൈവം? ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ടോ? ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു. എന്തെല്ലാം അമ്പലങ്ങളിൽ പോയി എനിക്ക് ചെയ്യാവുന്ന എല്ലാം ഞാൻ ചെയ്തു നോക്കി. രാത്രികളിൽ ഇരുന്ന് കരഞ്ഞു നോക്കി, ദൈവമുണ്ടോ എന്ന് രാത്രികൾ ദൈവത്തോട് ചോദിക്കും. ദൈവമുണ്ടോ? ആരാ ദൈവം? എനിക്ക് ദൈവമുണ്ടെങ്കിൽ ദൈവത്തോടൊന്ന് ചോദിക്കാനുണ്ട് എന്നൊക്കെ രാത്രികളിലെല്ലാം വിഷമത്തിൽ ഞാൻ ഇങ്ങനെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. നേരം വെളുത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ ഞാൻ അങ്ങേ പറ്റി ഒത്തിരി പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണേ എന്നൊക്കെ പറയും. പിന്നെയും വിഷമം വരുമ്പോ പിന്നെയും ദൈവത്തെ ചോദിക്കും, ദൈവമുണ്ടോ? ആകാശത്തിന്റെ മൂലയ്ക്ക് എവിടെയായിരുന്നു? മനുഷ്യനെ ദുഃഖിപ്പിക്കുന്ന ആളാണോ ദൈവം? ഇതൊക്കെയായിരുന്നു എന്റെ ചോദ്യങ്ങൾ. ദൈവം ഉണ്ടെങ്കിൽ ആരെന്ന് എനിക്ക് അറിയണം. വചനം പറയുന്നു, തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്ന വചനം പറയുന്നത്. ഞാൻ ചിന്തിക്കുക, വാസ്തവമായി കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മുമ്പായി കർത്താവ് തന്നെ വെളിപ്പെടുത്തും എന്നുള്ളതിന്റെ ഉത്തമ ഒരു സാക്ഷിയാണ് ഞാൻ. അപ്രകാരം ദൈവത്തെ അറിയാൻ, അല്ലെങ്കിൽ ഞാൻ അനേക ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. എവിടാണ് ദൈവം, ആരാണ് ദൈവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അന്നാളിൽ എന്റെ എനിക്ക് അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് സബിൻ പാസ്റ്റർ അവിടെ വരുന്നത്. എന്റെ അനിയനുമായിട്ട് ഒരുമിച്ച് കടന്നു വരുമ്പോ മുതൽ എന്നോട് യേശുവിനെ പറ്റി പറയാൻ തുടങ്ങി. അപ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഞാനും സബിനായിട്ട് ഒത്തിരി വാഗ്വാദങ്ങൾ, ഒത്തിരി തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരിക്കലും എന്നോട് സബിൻ പാസ്റ്റർ ചോദിച്ചു, ചേച്ചി എന്തൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ അതൊന്നും ഓർക്കുന്നില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, ഞാൻ ഓരോ കാര്യം തർക്കിക്കാൻ വേണ്ടി ഞാൻ ഓരോ കാര്യം പറയുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഒരു ചാഞ്ചാട്ടം നടക്കുന്നുണ്ട്. അത് പുറത്താർക്കും അറിയില്ല. എന്റെ അകത്ത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഓരോരോ ബന്ധനങ്ങൾ എന്നിൽ നിന്ന് അഴിഞ്ഞു പോവുകയായിരുന്നു എന്നുള്ളത്. കാരണം ഓരോ കാര്യം, യേശുവാണ് സത്യം, യേശു അല്ലാതെ ഒരു വഴിയില്ല, ചേച്ചിക്ക് സ്വർഗത്തിലെത്താൻ യേശു മാത്രമേ വഴിയുള്ളൂ എന്ന് ഈ സബിൻ തർക്കിച്ച് അതുപോലെ പറയുമ്പോഴും ഞാൻ പറയും, ഇല്ല, എനിക്ക് വേറെ വഴിയുണ്ട്. ഒരിടത്ത് എത്താൻ പല വഴികളുള്ളത് പോലെ ഞാൻ സ്വർഗത്തിലെത്താൻ, നിങ്ങൾ യേശുവിന്റെ വഴി പോക്കോ, എനിക്ക് വേറെ വഴിയുണ്ട്, എനിക്ക് നിങ്ങളുടെ ദൈവത്തെ വേണ്ട എന്നൊക്കെ ഒത്തിരി തർക്കിച്ചതാണ് ഞാൻ. പക്ഷെ ഞാൻ ചിന്തിക്കുക, ഒരിക്കലും ഞാനായിരുന്നുവെങ്കിൽ, ഞാനാണ് ഒരാളുടെ സുവിശേഷം പറയാൻ ഇങ്ങനെ പോയിരുന്നതെങ്കിൽ 1, 2, 3 വട്ടം പറഞ്ഞിട്ട് അവിടെ നിർത്തുമായിരുന്നു. കാരണം അവർ അംഗീകരിക്കുന്നില്ല, റിബൽ അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, ഭയങ്കരമായിട്ട് ആർഗ്യുമെന്റ്സ് ചെയ്യുന്നു.
അത്രത്തോളം വിഷമിപ്പിക്കുന്ന തരത്തിലെല്ലാം സംസാരിക്കുന്നു. എന്നിട്ടും ഞാനായിരുന്നു ഒരു പക്ഷെ 2-3 പ്രാവശ്യം പറഞ്ഞു നിർത്തുമായിരുന്നു. പക്ഷേ പാസ്റ്റർ സബിൻ അത് ചെയ്തില്ലെന്നുള്ളതാണ്. തന്റെ മകനെ ദൈവം അതിനുവേണ്ടി ശക്തിയോടെ നിർത്തി ഉപയോഗിച്ചു എന്നുള്ളതാണ് വാസ്തവം. തന്റെ മകൻ വരുമ്പോഴും ഫോൺ വിളിക്കുമ്പോഴും എപ്പോഴൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ഇതേ പറയാനുള്ളൂ, ചേച്ചി യേശുവാണ് സത്യം, യേശുവിനെ വിശ്വസിക്കണം. പക്ഷെ ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറുമല്ല. വീട്ടിൽ വന്നാൽ എപ്പോഴും ഇതേ പറയാനുള്ളൂ. അവസാനം എനിക്ക് ദേഷ്യമായി, ബ്രദറിന്റെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം. കാരണം എപ്പോ കണ്ടാലും ഇതേ പറയാനുള്ളൂ എന്ന് ചിന്തിച്ച്. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുവാണ്, കർത്താവ് എത്രത്തോളം ദൈവം ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ സഹോദരനെ ദൈവം എത്രത്തോളം ഉപയോഗിച്ചു എന്നുള്ളത്. അങ്ങനെ പറയുമ്പോഴെല്ലാം ഞാൻ തിരിച്ച് അഗൈൻസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവസാനം വീട്ടിൽ എന്തോ ചെറിയ വിഷയം ഉണ്ടാകുന്ന സമയത്താണ് തന്റെ മകൻ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളെ കുടുംബമായി ക്ഷണിച്ചു. മുട്ടം അവിടെ വെച്ചിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. ആ ഫാമിലി മൊത്തം ഞങ്ങൾക്ക് വേണ്ടി അന്ന് ഫാസ്റ്റിംഗ് ഇരിക്കുവാണ്, നിങ്ങൾ എല്ലാവരും കുടുംബമായി കടന്നു വരണം എന്ന് പറഞ്ഞ് സബിൻ ഫാസ്റ്റ് ക്ഷണിക്കുകയുണ്ടായി. പക്ഷെ ഞങ്ങൾ അന്ന് കടന്നു പോകാൻ താല്പര്യപ്പെട്ടതല്ല. പക്ഷെ എങ്ങനെയോ എനിക്കറിയില്ല, ഞാനും എന്റെ സഹോദരനും എന്റെ പിതാവും കൂടെ കടന്നു പോകാനിടയായി. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ 3 പേര് ഒരുമിച്ചാ പോകുന്നത്. ഞാനും എന്റെ സഹോദരനും സബിൻ ഫാസ്റ്റ് ഒരുമിച്ചാ പോകുന്നത്. ഞങ്ങൾ കയറിയ ബസ്സിനകത്ത് ഞാൻ കയറുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഇതാണ്, അവിടെ ചെല്ലുമ്പോൾ അവർ പറയും യേശുവാണ് സത്യം, യേശുവാണ് ദൈവം എന്ന് പറയും. പക്ഷെ എനിക്ക് അംഗീകരിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അവർ പറയുന്ന അവരെ എന്നെ ഫോഴ്സ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് എന്റെ ചിന്ത. ബസ്സിൽ കയറുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, യേശുവെ അങ്ങനെയാണെങ്കിൽ ഈ സഹോദരൻ പറയുന്നുണ്ട് യേശു ജീവിക്കുന്ന ദൈവമാണ്, യേശു സംസാരിക്കുന്ന ദൈവമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യേശു സംസാരിക്കുന്ന ദൈവമാണെങ്കിൽ, ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കട്ടെ, എങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഇത് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ബസ്സിൽ കയറുന്നത്. ബസ്സിൽ ചെന്ന് നോക്കി ഒരേ ഒരു സീറ്റേ ഉള്ളൂ, വേറെ സീറ്റ് ഒന്നുമില്ല. ഞാൻ ആ സീറ്റിൽ ചെന്നിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ പറയുകയാണ്, യേശു അങ്ങ് ജീവനുള്ള ദൈവമാണെങ്കിൽ എന്നോട് ഇപ്പൊ സംസാരിക്കുക, ദെൻ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങേ വിശ്വസിക്കാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് വേറെ ആർക്കും അറിയില്ല, എന്റെ ഹൃദയത്തിനകത്ത് ഈ ചിന്ത വേറെ ആർക്കും അറിയില്ല. ബസ് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ എന്റെ അടുത്തിരുന്ന സഹോദരി എന്നെ തൊട്ടിട്ട് ചോദിച്ചു, മോളെ ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ചേച്ചി, ഞാൻ ഹിന്ദുവാ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, ഞാൻ എവിടെ നിന്ന് വരുന്നു, എന്റെ പേരെന്ത്, ഇതൊന്നും അവര് ചോദിക്കുന്നില്ല. അടുത്ത വാക്ക് എന്നോട് പറയുകയാണ്, മോളെ യേശുക്രിസ്തു വന്നത് ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമല്ല കേട്ടോ, സകല മനുഷ്യർക്കുമാണ് കേട്ടോ. ഇത് കേട്ടതും എന്റെ ഹൃദയത്തിലെ ചോദ്യത്തിന്റെ ഉത്തരമാ വരുന്നത്. എനിക്കറിയാം ഈ സമയം ആ ഫാമിലി മൊത്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയ സവിൻ ബ്രദർ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ ഉപവസിക്കുകയാണ്. ദൈവം തന്റെ മക്കളുടെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും മറുപടി കൊടുക്കുന്നു എന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ ഞാൻ കാണുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്രകാരം ഈ സഹോദരി പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു, അവർ ഏത് പ്രാർത്ഥനയ്ക്ക് പോകുന്നതുകൊണ്ടായിരിക്കും എന്നോട് പറയുന്നത്. പിന്നെ ഞാൻ അവരെ പരിചയപ്പെട്ടപ്പോൾ അവര് കോലഞ്ചേരി മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, ഡോക്ടർ മേരി വർഗീസ്. അപ്പൊ അവർക്ക് അത് എന്നോട് പറയേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ ഇത് പറയുമ്പോൾ എന്റെ ഹൃദയത്തിനകത്തെ ക്വസ്റ്റിന്റെ ഉത്തരമായി വരുന്നത്, ഈ ഉത്തരം എന്റെ ഹൃദയത്തിനകത്ത് ഫില്ല് ചെയ്ത് യേശുവിന്റെ പ്രസൻസ് ഞാൻ ആ ബസ്സിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയും വർഷം, അന്ന് എനിക്ക് 22 വയസ്സായി, അതുവരെ ആ വർഷങ്ങൾ അത്രയും ഞാൻ കരഞ്ഞിട്ടുണ്ട്, അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരിക്കൽ പോലും ഒന്നിനും മറുപടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ യേശുവിനോട് ഒരേ ഒരു കാര്യം ആദ്യമായി ചോദിച്ചതിന് മറുപടി വന്നിരിക്കുന്നു. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. എന്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം എനിക്കില്ല അതിനു മുന്നേ. അങ്ങനെ ഞാൻ കടന്നുപോയി, അവരുടെ ഒപ്പം കടന്നുപോയി, അവിടെ പ്രാർത്ഥനയ്ക്ക് ചെന്നിരുന്നു. അവരെല്ലാം കൈയടിച്ചു പാടുന്നു, പ്രാർത്ഥിക്കുന്നു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അവരുടെ ഒപ്പം ഇരുന്നു. അതെല്ലാം എന്റെ അനുഭവം ഉണ്ടായതൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. എന്നിട്ടും എനിക്ക് യേശുവിനെ വിശ്വസിക്കാനൊന്നും അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷെ അനുഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. യേശു മറുപടി തന്ന പോലെ അനുഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഹൃദയത്തിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാൻ തുടങ്ങി, ഇത് സത്യമാണോ, ഈ പറയുന്നത് സത്യമാണോ? അപ്പൊ അതിനകത്തൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, പാസ്റ്റർ സാബിൻ അന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാ പറയുന്നത്, ചേച്ചി ഇതല്ലാതെ ഒരു വഴിയില്ല, ഈ യേശുക്രിസ്തു അല്ലാതെ ഒരു വഴിയില്ല, സ്വർഗത്തിലെത്താൻ ചേച്ചിക്ക് വേറെ ഒരു വഴിയുമില്ല, ഈ ഒരേ ഒരു വഴിയുള്ളൂ, യേശു മാത്രമാ സത്യം, യേശു മാത്രമാ ജീവൻ, യേശു മാത്രമാ വഴി എന്നാ പറയുന്നത്. പക്ഷെ ഈ പ്രാഗൽഭ്യത്തോടെ, ഈ തന്റേടത്തോടെ പറയാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ ദൈവങ്ങളെല്ലാം എന്റെ മുമ്പാകെ ഉണ്ട്, ഞാൻ അവയെല്ലാം വിശ്വസിക്കുന്നു, അവയെ ഞാൻ സേവിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് ഒരാളെ പോലും എനിക്ക് ഈ സ്ട്രോങ് ആയിട്ട് പറയാൻ എനിക്ക് എന്റെ കയ്യിൽ ധൈര്യമില്ല. പക്ഷെ ഈ സഹോദരൻ എങ്ങനെ ഇത്ര ധൈര്യം, ഈ യേശുവിനെ പറ്റി പറഞ്ഞ ഇത്രയും പ്രാഗൽഭ്യം എവിടെ നിന്ന് കിട്ടി, ഇത്രയും തന്റെ ഇടം, ഇത് എന്നെ ഭയങ്കരമായിട്ട് അന്നാൾ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമാണ്. ഇത്രയും തന്റെ ഇടത്തോടെ തന്റെ ദൈവത്തെ പറ്റി പറയണമെങ്കിൽ അനുഭവങ്ങളില്ലാതെ, അല്ലെങ്കിൽ അതിൽ എന്തോ കാര്യമില്ലേ എന്ന ചിന്ത എന്നെ ഭയങ്കരമായിട്ട് ഭരിക്കാനിടയായി. അങ്ങനെ ഈ ചിന്തകളെല്ലാം വരുമ്പോൾ ഒരു ദിവസം നല്ല മഴ പെയ്യുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ദൈവത്തിന് എന്തും സാധ്യ, ലോകത്തിലെ എന്ത് കാര്യം ചെയ്യാൻ ദൈവത്തിന് അസാധ്യമല്ല. കാരണം ഇതെല്ലാം ഉണ്ടാക്കി, ഇതെല്ലാം ഇതുപോലെ നിർമ്മിച്ച സൃഷ്ടിച്ച ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അങ്ങനെയെങ്കിൽ യേശുവെ അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, എന്നെ നീ അങ്ങ് അറിയുന്നുവെങ്കിൽ, ഈ മഴ മാറി ഇപ്പോൾ വെയിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങേ വിശ്വസിക്കാം.
ആരും ചോദിക്കാത്ത കാര്യമായിരിക്കും ഒരു പക്ഷെ എന്റെ ഹൃദയത്തിനകത്ത്, ഞാൻ ആരോടും പറയുന്നില്ല, എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ ചോദിക്കുകയാണ്, യേശു അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഈ മഴ മാറി ഇപ്പോൾ വെയിലാകട്ടെ. പക്ഷെ അതിന് കർത്താവ് ഞാൻ ചിന്തിക്കും, ദൈവം അതിന് മറുപടി തരേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പക്ഷെ എന്റെ ഉള്ളിന്റെ ആഗ്രഹം, ഒരു പക്ഷെ ഇത് അറിയാനുള്ള ആഗ്രഹമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ദൈവത്തെ പരീക്ഷിപ്പാൻ ചോദിക്കുന്ന, ദൈവത്തെ പരീക്ഷിച്ചുകൂടാ എന്ന വചനം പറയുന്നു. പക്ഷെ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അറിയേണ്ടത് ഒന്ന് മാത്രം, യേശു ജീവിക്കുന്ന ദൈവമാണോ, സത്യദൈവമാണോ എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടത്. ഇതിനാ ഞാൻ ചോദിക്കുന്നത്. ഈ മഴ മാറി വെയിൽ തെളിയട്ടെ എന്നാൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ അത് ചിന്തിച്ച, ഞാൻ ഈ ചെയറിൽ ഇരുന്ന്, എന്റെ വീടിന്റെ വരാന്തയിലെ ചെയറിൽ ഇരുന്ന് ചിന്തിക്കുന്നേ, ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റില്ല. വിത്തിൻ സെക്കൻഡ്സ്, കുറച്ച് സമയം എടുത്തിരുന്നെങ്കിൽ കൂടി ഒരു പക്ഷെ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ വിത്തിൻ സെക്കൻഡ്സ് പെട്ടെന്ന് മഴ മാറി വെയിൽ തെളിയാൻ തുടങ്ങി. അത്രയും വളരെ സെക്കൻഡുകൾക്കിടയിൽ. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് സംഭവിച്ചല്ലോ എന്നൊരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എന്നിട്ടും എനിക്ക് അങ്ങ് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, മറ്റൊരു ദിവസം നേരെ തിരിച്ചു, 2 ദിവസം എന്തോ കഴിഞ്ഞു. അതിനുശേഷം നല്ല വെയിൽ തെളിയുകയാണ്. നേരെ തിരിച്ച് യേശുവിനോട് ചോദിക്കുക, യേശുവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അന്ന് മഴ മാറ്റി വെയിലാക്കിയത് അങ്ങാണെങ്കിൽ ഈ വെയിൽ മാറ്റി, അന്ന് മഴ മാറ്റി വെയിലാക്കിയത് അങ്ങാണെങ്കിൽ ഈ വെയിൽ മാറ്റി ഇപ്പൊ മഴയാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കാം. ഇതും പ്രിയമുള്ളവരെ, ഇതും കർത്താവ് അപ്പോൾ തന്നെ ചെയ്യും. വിത്തിൻ സെക്കൻഡ്സ് അതും നടക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം പല പല പരീക്ഷണങ്ങൾ. എന്റെ ഒരു കസിൻ ചേച്ചി, അവരുടെ വീട്ടിൽ പോകാമെന്ന്, അവരുടെ സുവിശേഷം പറയാമെന്നല്ല അന്ന് സബിൻ ബ്രദർ പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയില്ല. കാരണം അവർ ഭയങ്കര ഹിന്ദുസ് ആണ്, അവർ എന്ത് പ്രതികരിക്കുന്നു അറിയാത്തതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയില്ല. ഞാൻ ഓർക്കുക. പക്ഷെ ആ സഹോദരിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ പറയുവാണ്, യേശുവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ആ ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. എന്റെ അവസാന പരീക്ഷണം, അനേക കാര്യങ്ങൾ ചോദിച്ചു. അതെല്ലാം അപ്പോഴപ്പോഴും നടക്കുവാൻ ഇടയായി. അവസാനം ചോദിച്ചു, ചേച്ചിക്ക് വേണ്ടി ഒരു കുഞ്ഞുണ്ടാകട്ടെ, അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കാം യേശുവേ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എവിടെയോ എത്തിയ ഫീലിംഗ് എന്റെ ഹൃദയത്തിനകത്തുണ്ടായി. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാണ് ചേച്ചി പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഇന്ന് ആ ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ട്. അപ്പോ അതും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, സത്യമായ ദൈവമാണ് യേശു ക്രിസ്തു. യേശുവിൽ കൂടി അല്ലാതെ വേറെ വഴിയില്ല എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. കാരണം എന്റെ അനുഭവത്തിൽ ഞാൻ ഇതെല്ലാം ചോദിക്കുന്നതിനെല്ലാം അപ്പോഴപ്പോഴും മറുപടി വരിക. ഇതുപോലെ മറുപടി തരുന്ന ഒരു ദൈവത്തെ ഞാൻ അതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇപ്പോൾ പിന്നീടും കണ്ടിട്ടില്ല. ഇത്രയ്ക്കും മറുപടി തരുന്ന, ഇത്രയ്ക്കും ജീവിക്കുന്ന, ഇത്രയ്ക്കും സത്യവാനായ ദൈവം, ഇത്രയും വലിയൊരു ദൈവത്തെ അന്ന് എന്റെ ഹൃദയത്തിൽ പൂർണ്ണമായും എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാനിടയായി. യേശുവിനെ സ്വീകരിച്ചപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഒരിക്കലും ഇല്ലാത്ത സമാധാനം, ഞാൻ അറിയാത്തൊരു സമാധാനം എന്റെ ഹൃദയത്തിനകത്ത് വന്നു. അപ്പോഴും സബിൻ ബ്രദർ എന്നെ വെറുതെ വിടുന്നില്ല. ഫാസ്റ്റ് എന്നെ വെറുതെ വിടുന്നത്, എന്നെ വിളിക്കുമ്പോഴെല്ലാം പറയും, ചേച്ചി, ഞാൻ ഇതൊക്കെ പറയും, യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു, എനിക്കത് ഭയങ്കര ഇതാണ് വിശ്വാസമായി എന്നൊക്കെ പറയുമ്പോഴും എന്നെ വിളിക്കുമ്പോൾ പറയും, ചേച്ചി ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകണം, എന്നെങ്കിലേ ചേച്ചിക്ക് നിൽക്കാൻ പറ്റൂ, അല്ലാതെ ചേച്ചിക്ക് നിൽക്കാൻ പറ്റില്ല, പ്രാർത്ഥനയ്ക്ക് പോകണം, ചേച്ചിക്ക് വേണ്ടി കുറെ പേര് പ്രാർത്ഥിക്കണം, എന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയും, അയ്യോ ഇല്ല സബിന, അതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല, ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലമാണ്, ഞങ്ങളെല്ലാം ഹിന്ദുസിന്റെ ഏരിയ ആണ്, ഞാൻ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാനാ, ഒരു സാധ്യതയില്ല, ഞാൻ കടന്നു പോകുന്നില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്റെ അടുത്ത് പലതും പറഞ്ഞു, ഇല്ലേ ചേച്ചി പോയേ പറ്റുള്ളൂ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, പോകണം, പ്രാർത്ഥനയ്ക്ക് പോകണം, സൺഡേ ആരാധിക്കണം, ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞു തന്നു. ഞാൻ എല്ലാം തല കുലുക്കും, ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, പോകാൻ പറ്റില്ല. സത്യമായിരുന്നു, ഞാൻ അത്രയും, എനിക്ക് ഒരാളുടെ മുമ്പാകെ 2 വാക്ക് പറയാൻ തന്റേടം ഇല്ലാത്ത ഞാനായിരുന്നു. ഞാൻ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകാന്ന് പറഞ്ഞ് ഇവർക്കെല്ലാം ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകാൻ പറ്റും? എന്തൊക്കെയാണ് എന്നെ ഭരിച്ച ചിന്ത. പക്ഷെ ദൈവം ബലം കൊടുത്താലുണ്ടല്ലോ, വാസ്തവമായും അത് ബലമാ. മനുഷ്യാരും ബലപ്പെടുത്തുന്നതിനേക്കാൾ ദൈവം നമ്മളെ ബലപ്പെടുത്തി, അത് സാക്ഷാൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തും എന്നുള്ളതാണ്. കർത്താവ് അതും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങാനും കാരണം പ്രിയ സബിൻ പാസ്റ്റർ തന്നെയാണ്. ഒരു പ്രാവശ്യം ഈ സബിൻ ബ്രദറും പാസ്റ്ററും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറച്ച് മാറിയൊരു പാസ്റ്ററും കുടുംബമുണ്ട്. അവരുടെ വീട്ടിൽ പോയി അവരൊരു ദിവസം എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അവർ ഉപവസിക്കുക എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അന്ന് പകൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. അതുവരെയും യേശുവിനെ അറിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് പോകാൻ സ്റ്റെപ്പ് വെക്കാതിരുന്ന ഞാൻ, അതുവരെ എനിക്കൊരു കുഴപ്പമില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒരു കുഴപ്പമില്ലാതിരുന്ന ഞാൻ, ഒരു ദിവസം ഉച്ചയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു വയറുവേദന പോലെ വന്നു. അത് ചങ്കത്തേക്ക് നെഞ്ചത്തോട്ട് കയറുന്നു. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. എന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന കൊച്ചൊക്കെ വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. പക്ഷെ എനിക്കൊന്നും പറയാൻ അറിഞ്ഞുകൂടാ. ഞാൻ പോയി ബെഡിൽ കിടക്കുന്നു. ഇവര് ആ സമയം എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർ ശക്തമായിട്ട് അവിടെ പ്രാർത്ഥിക്കുക. അതൊന്നും ഞാൻ അറിയുന്നില്ല. പക്ഷെ എനിക്ക് എന്റെ ചങ്കിനകത്ത് മരിക്കാൻ പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുക. അതുവരെ ഒരു കുഴപ്പം എനിക്കില്ല. പക്ഷെ ഞാൻ അതുവരെ ആഗ്രഹിച്ചു മരിക്കണം എന്നുള്ള, എന്തിനു വേണ്ടി ജീവിക്കുന്നത്, ആർക്ക് വേണ്ടി ജീവിക്കുന്നത്, മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച ആളായിരുന്നു ഞാൻ. ആ സമയം മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നു. എന്റെ അമ്മ കടന്നു വരുമ്പോഴെല്ലാം ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുക. ഞാൻ പറയാ, ദൈവമേ എനിക്കിപ്പോ മരിക്കേണ്ട ദൈവമേ, കാരണം മരിക്കാൻ പോകുന്ന അതേ ഫീലിംഗ് അല്ലേ എന്റെ ഹൃദയത്തിനകത്തേക്ക് വരും. ഞാനിപ്പോ മരിക്കാൻ പോവുകയാണെന്ന ചിന്ത വരികയാണ്. അതെങ്ങനെ വരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ശ്വാസം അകത്തോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ശ്വാസം പുറത്തേക്ക് പോകുന്നു, പക്ഷെ ശ്വാസം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല.
ഞാൻ ബെഡിൽ കിടന്നു, എനിക്ക് പറ്റുന്നില്ല, ഞാൻ ശ്വാസത്തിന് വേണ്ടി ഞാൻ ശ്വാസം മുട്ടുന്നു. ഞാൻ ലാസ്റ്റ് ശ്വാസം എന്ന പോലെ ഏങ്ങി വരുമ്പോ ഞാൻ 2 വഴി കാണുക. വചനം പറഞ്ഞ പോലെ ജീവനും മരണവും നിന്റെ മുൻപാകെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ 2 വഴി റിയലി ഞാൻ കാണുക. ഒന്നുകിൽ കർത്താവ് പറയുന്ന അനുസരിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഈ 2 വഴി എന്റെ കൺമുമ്പാകെ തെളിഞ്ഞു വരികയും ഈ സമയമെല്ലാം എനിക്ക് വേണ്ടി അവർ അവിടെ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രിയ മക്കളെ, നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ഒന്നും കർത്താവിന്റെ സന്നിധി വ്യർത്ഥമല്ല കേട്ടോ. അതിനെല്ലാം മറുപടി ഉണ്ട്. കാരണം അവരിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ സന്ദർശിച്ച, സത്യം പറഞ്ഞ ദൈവത്തിന്റെ ഒരു സന്ദർശനമായിരുന്നു അത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും ഞാൻ കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ പുറപ്പെട്ട് ഇറങ്ങുകയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ കാണുകയാണ് 2 വഴി. ഒന്നുകിൽ കർത്താവ് പറയുന്ന അനുസരിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഞാൻ ലാസ്റ്റ് ശ്വാസം എന്ന പോലെ ഏങ്ങി വരുമ്പോൾ ഞാൻ പറയുകയാണ്, കർത്താവേ അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. ഇത് പറയുകയും എന്റെ ശ്വാസം നോർമലായി. അപ്പോഴത്തേക്കും ഓട്ടോ വിളിച്ചു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, തിരിച്ചു വന്ന് ഞാൻ ഓർക്കുകയാണ്. തിരിച്ചു വന്ന് ഞാൻ ബെഡിൽ കിടക്കുകയാണ്. അപ്പൊ സബിൻ ബ്രദറും പാസ്റ്ററും എന്റെ സഹോദരനും കൂടെ എന്റെ അടുത്തേക്ക് വരിക. അവർ ഉപവാസ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ എന്റെ അടുത്തേക്ക് വരും. ഇവരെ കണ്ടത് ഞാൻ വലിയ വായിൽ കരയാൻ തുടങ്ങി. ഇന്ന് ഞാൻ അത് ഓർക്കുക, ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്തിനാ കരഞ്ഞെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു ദൈവസാന്നിധ്യം ഇവര് വന്നപ്പോ എന്തോ ഒരു ദൈവസാന്നിധ്യം, എന്തോ ഒരു ഫീലിംഗ് എന്റെ മനസ്സിലോട്ട് വന്നു. ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ഒരു പക്ഷേ എന്തോ ദൈവസാന്നിധ്യം വന്നപ്പോ ഒരു പാപബോധം എന്തോ എനിക്ക് അറിഞ്ഞോളൂ, ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു ഓർമ്മയുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ആഴ്ച തന്നെ ഞാൻ ആരാധനയ്ക്ക് പോകാനായിട്ട് സ്റ്റെപ്പ് വെച്ചു എന്നുള്ളതാണ്. ആദ്യമായിട്ട് ആരാധനയ്ക്ക് പോയപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ആരും അറിയാതെ ഞാൻ ഇറങ്ങി, ആരെങ്കിലും എന്തെങ്കിലും ഇത് പിടിക്കപ്പെട്ടാൽ, എന്നെ വീട്ടുകാർ പിടിച്ചാൽ അന്ന് ഞാൻ ഈ പരിപാടി നിർത്തും കർത്താവെ എന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷെ അനാദികാലം മുതൽ എന്നെ തിരഞ്ഞെടുത്ത കർത്താവ് നിർത്താൻ അനുവദിച്ചില്ല. ഇതുവരെയും ഇത്രയും വർഷങ്ങളായിട്ടും പിന്നെയും കൊറോണ സമയം വന്നപ്പോൾ പോലും ഞാൻ ചിന്തിക്കുക, അന്ന് പോലും ആരാധനയ്ക്ക് തടസ്സമില്ലാതെ ആരാധനാലയത്തിനകത്ത് ഞങ്ങളെ കൊണ്ട് ആക്കിയതിനു ശേഷമാണ് ആ കൊറോണ സിറ്റുവേഷൻ പോലും വന്നത്. ഈ ആരാധനയ്ക്ക് തൊട്ടടുത്ത റൂമിൽ തന്നെ ആരാധന നടക്കുന്നു. അപ്പോ ആ സമയത്ത് പോലും ആരാധന കർത്താവ് എനിക്ക് നിഷേധിച്ചില്ല എന്നുള്ളതാണ്. അന്ന് ആരാധനയ്ക്ക് വേണ്ടി ഒത്തിരി വില കൊടുക്കേണ്ടി വന്നെങ്കിൽ ഇന്ന് കർത്താവ് ക്ഷമമായിട്ട് കർത്താവ് നടത്തുകയാണ്. ആരാധനയ്ക്ക് ആരും കാണാതെ ഞാൻ എല്ലാ സൺഡേയും പോകും. ആരോടും പറയില്ല, എവിടെ പോകുന്നു എന്ന് പറയില്ല. പക്ഷെ ഓരോ കാരണം പറഞ്ഞു പോകും. അങ്ങനെ 5-6 മാസത്തോളം ഞാൻ ഇങ്ങനെ ആരാധനയ്ക്ക് കടന്നുപോയി. അതിന്റെ ഇടയിൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു. എന്നെ ആരും സ്ഥാനപ്പെടുത്തി. ഒത്തിരി വിഷയങ്ങളിലൂടെ എല്ലാം കർത്താവ് നടത്തി വിട്ടു. എന്നാലും അതിന്റെ നടുവിലെല്ലാം നിൽപ്പാൻ കർത്താവ് ബലം തന്നു. എന്റെ വീട്ടുകാർ എന്നെ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു വശം സഭയിൽ വന്ന് ഞാൻ ഓർക്കുവാണ്. ആ സമയത്ത് എന്റെ വീട്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞ് എന്റെ സഹോദരനാണെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി. ഞങ്ങളുടെ ബന്ധുക്കളും നാട്ടുകാരെല്ലാം ഇളകി നിൽക്കുമായിരുന്നു. സബിനെ എങ്ങാനും അന്നാളിൽ കാണുവാണെങ്കിൽ അവരെന്തെങ്കിലും ഒരു പക്ഷേ ചെയ്തേക്കാം. അതുപോലത്തെ ഒരു സിറ്റുവേഷനിലെല്ലാം കടന്നുപോയി. പക്ഷെ കർത്താവ് അതിന്റെ നടുവിലെല്ലാം നിർത്തി ഇന്നും നടത്തുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. ഞാൻ ഓർക്കുക, കർത്താവ് എന്നെ അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ, എന്നെ സ്നേഹിപ്പാൻ ഒന്നും എനിക്ക് പുകഴുവാനില്ലായിരുന്നു. പക്ഷെ അതിന്റെ നടുവിൽ കർത്താവ് നിർത്തി ഇപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് അതിന് അർപ്പിക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥനാ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു ചെറിയ മെസ്സേജ് കൂടി പറയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സാക്ഷ്യം പറയുവാണെങ്കിൽ എനിക്ക് മണിക്കൂർ കണക്കിൽ ഒരു ദിവസം മൊത്തം കിട്ടിയാലും പറയാനുള്ള സാക്ഷ്യം കർത്താവ് തെറപ്പിയാൽ തന്നിട്ടുണ്ട്. എന്നാൽ ഒരു ചെറിയ മെസ്സേജിന്റെ ഭാഗം മാത്രം പറഞ്ഞ് കർത്താവിന്റെ സന്നിധി നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതിനു വേണ്ടി ഇന്നലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്നൊരു വാക്യമാണ് സങ്കീർത്തനം 37 വാക്യം. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഒരു പക്ഷെ നിങ്ങൾ അനേകം മെസ്സേജ് ഇതേ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം, ഒത്തിരി ഇത് കേട്ടിട്ടുണ്ടായിരിക്കാം പാസ്റ്റേഴ്സിൽ നിന്നെല്ലാം. എന്നാലും ചെറിയ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് സദൃശവാക്യത്തെ നോക്കി അനേക വഴികൾ കാണാൻ പറ്റും. ആകാശത്ത് കഴുകന്റെ വഴി, പാറമേൽ സർപ്പത്തിന്റെ വഴി, സമുദ്രമധ്യേ കപ്പലിന്റെ വഴി, അങ്ങനെ ഒത്തിരി വഴികളെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് വഴിയും സത്യവും ജീവനുമായി കർത്താവ് നമ്മുടെ മുമ്പാകേണ്ട. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വഴിയെ നമ്മൾ പോകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആദ്യകാലത്ത് ആദിമ മനുഷ്യൻ വഴി തെറ്റിയതിന്റെ ആ വഴിതെറ്റലാണ് മാനവ ജാതിയും പാപത്തിൽ അകപ്പെട്ടെങ്കിൽ ആ വഴി അറിയാതെ ഉഴലുന്ന ജനത്തിനു വേണ്ടി വഴിയായി തീരേണ്ടതിന് കർത്താവ് വഴിത്താരയിൽ എവിടെയോ ജനനമെടുത്തു. ആ കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അനേക വഴികൾ നമ്മുടെ മുമ്പാകെ ഉണ്ടാകും. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി, ഒരു നാളിൽ 3 വിദ്വാൻമാർ നക്ഷത്രം കണ്ട് സന്തോഷത്തോടെ ഇറങ്ങി തിരിച്ചു. കർത്താവിനെ ആരാധിക്കേണ്ടതിന് വേണ്ടി ഇറങ്ങി തിരിച്ച് വിദ്വാൻമാരുടെ വഴി ഒന്ന് തെറ്റി. ആ വഴിതെറ്റലാണ് റാമയിൽ വലിയ വിലാപത്തിനും ദുഃഖത്തിനും കാരണമായെങ്കിൽ പ്രിയ ദൈവമക്കളെ, ആരാധനയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും വഴി കറക്റ്റ് ആയിരിക്കട്ടെ, വഴി തെറ്റാതെ കർത്താവിന്റെ പിൻപേ പോകുന്നവരായി തീരട്ടെ നമ്മൾ ഓരോരുത്തരും. കർത്താവിന്റെ വഴി ഏതെന്ന് തിരിച്ചറിയുവാൻ
കർത്താവ് നമ്മളെ സഹായിക്കണം. കർത്താവിന് നമ്മളെ പറ്റിയുള്ള ഒരു ഹിതം നമ്മളെ തെരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് തെരഞ്ഞെടുക്കുമ്പോൾ കർത്താവിനൊരു ഹിതമുണ്ട്. ആ ഹിതത്തിലേക്ക് നമ്മൾ ആ വഴിയിലൂടെ നടക്കുമ്പോഴാണ് നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹിതം നിവൃത്തിയാകുന്നത്. ഞാൻ ചിന്തിക്കുകയാണ്, അന്ന് ദേവദാസൻ, ആ സബിൻ പാസ്റ്റർ അന്ന് ഒരു പക്ഷെ കർത്താവ് പറഞ്ഞ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കർത്താവ് പിന്നെ തന്റെ മകനെ പറയാനായിട്ട് ഹേമിപ്പിച്ചിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ചേച്ചിയോട് പറയാൻ വേണ്ടി ഉള്ളിൽ ഇങ്ങനെ പ്രേരണ തന്നുകൊണ്ടേയിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആ പ്രേരണ കേട്ട്, അല്ലെ ദൈവം പറയുന്ന അനുസരിച്ചതിന്റെ ഫലമായിരുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നത് എങ്കിൽ, നിങ്ങളെ ഓരോരുത്തരും ദൈവം എന്തെങ്കിലും ഹേമിപ്പിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിലെ പോകാൻ പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വഴിയെ കടന്നു പോയാട്ടെ. ദൈവം കൊണ്ടുപോകുന്ന വഴി, ദൈവം എങ്ങോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ആ വഴിയിലൂടെ നിങ്ങൾ ഓരോരുത്തരും നടക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. തന്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് കർത്താവ് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷെ സ്മൂത്ത് ആയിരിക്കണം എന്നില്ല. അതിനകത്ത് എല്ലാ വിഷയങ്ങളും വന്നേക്കാം. അവരുടെ നടുവിൽ ചെങ്കടൽ നിൽക്കുന്നു, പിറകിൽ ഫറവോൻ സൈന്യം വരുന്നു. ഇതെല്ലാം നിൽക്കുമ്പോഴും കർത്താവ് അവരെ കൊണ്ടുപോകുന്നത്, കർത്താവിന്റെ വഴി അവർ നടന്നു പോകുന്നത്. പക്ഷെ മുമ്പാകെ ചെങ്കടലുണ്ട്. പക്ഷെ ആ ചെങ്കടൽ പിളർത്തിയും ആ ആടിയിലും വഴി ഒരുക്കി അവരെ നടത്തുവാൻ കഴിവുള്ളവന്റെ കൂടി അവർ നടത്തുന്നത്. ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മുമ്പാകെ ചെങ്കടൽ പിളർന്ന പോലെ അനുഭവം ഉണ്ടായേക്കാം, പിറകിൽ ഫറവോന്റെ സൈന്യത്തിന്റെ അനുഭവം ഉണ്ടായേക്കാം. പക്ഷെ അവിടെ കർത്താവ് ചെയ്ത ഒരു കാര്യം നോക്കിക്കേ, തന്റെ ജനത്തിന് വേണ്ടി വഴി ഒരുക്കുക, വഴി തുറക്കുക മാത്രമല്ല അവിടുന്ന് ചെയ്തത്, പിറകെ വന്ന ശത്രുവിന്റെ സൈന്യത്തെ, ആ ശത്രുവിന്റെ വഴിയെ കർത്താവ് അവിടെ അടച്ചു കളയുകയാണ് ചെയ്തത്. രണ്ട് കാര്യം കർത്താവ് അവിടെ ചെയ്തു. ഒന്ന്, തന്റെ മക്കൾക്ക് വേണ്ടി വഴി തുറന്നു. അതേപോലെ തന്നെ തന്റെ മക്കൾക്കെതിരായി നിന്ന് ശത്രുവിന്റെ വഴി അടച്ചു കളഞ്ഞു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വഴിയെ പോകുന്ന നിങ്ങളുടെ മുമ്പാകെയും ഇതുപോലെ അനുഭവങ്ങൾ വന്നേക്കാം. എന്നാൽ കർത്താവ് അതിന്റെ നടുവിൽ വഴി തുറന്ന് നിങ്ങളെ നടത്തുവാൻ ശക്തനാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കെതിരെ വരുന്ന ശത്രുവിന്റെ വഴി അടച്ചു കളയുവാനും ദൈവം ശക്തനാണ്. അതുപോലെ തന്നെ മറ്റൊരിടത്ത് നമ്മൾ കാണുന്നു, യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരും ഒരുമിച്ച് ഗദരദേശത്തേക്ക് കടന്നു പോകുന്ന മത്തായി സുവിശേഷത്തിന്റെ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഗദരദേശത്തേക്ക് കടന്നു പോകുമ്പോൾ ആ പടകിൽ അവർ കടന്നു പോവുക. കർത്താവിന്റെ കൂടെ ശിഷ്യന്മാർ കടന്നു പോകുന്നത്. കർത്താവ് കൂടെ ഉണ്ട്, പടകിലുണ്ട്. പക്ഷെ എന്നിട്ടും കൊടുങ്കാറ്റും തിരമാലയും എല്ലാം അവരുടെ മേൽ ആഞ്ഞടിച്ചു. നമ്മൾ കർത്താവിന്റെ കൂടെ വഴിയെ നടക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ആ യേശുവിനെ അറിഞ്ഞു, ഞാൻ ആദ്യം ചിന്തിച്ച് സ്മൂത്തായ വഴിയായിരിക്കും, ദൈവത്തെ അറിഞ്ഞല്ലോ, ഭയങ്കര സന്തോഷത്തോടൊക്കെ ആദ്യം പുറപ്പെട്ടെ. കുറച്ചങ്ങ് പോയപ്പോ പിന്നെ തിരമാലകൾ വരാൻ തുടങ്ങി. ജനം മൊത്തം എതിര്, നാട്ടുകാരെതിര്, വീട്ടുകാരെതിര്, അച്ഛനടിക്കുന്നു, വിഷയങ്ങളോട് വിഷയം. പക്ഷെ ഇതിന്റെ നടുവിൽ എനിക്കൊന്നും ഉണ്ടായിരുന്നു. എന്റെ ഹൃദയത്തിനകത്ത് എന്റെ ഹൃദയം ഉലയുന്നില്ല. എന്റെ കൂടെ കർത്താവ് ഉണ്ടെന്നുള്ള ഭയങ്കരമായ ബോധ്യം. ദൈവശബ്ദം ഒരു സൈഡിൽ കേൾക്കുന്നു, അതിന്റെ നടുവിലും കരം പിടിച്ച് നടന്ന കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞ പോലെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആടി ഉലഞ്ഞു പോകില്ല. നമ്മുടെ പടക ഉലഞ്ഞേക്കാം, നമ്മുടെ ചുറ്റുപാട് ഉലഞ്ഞേക്കാം, കൊടുങ്കാറ്റ് വന്നേക്കാം. പക്ഷെ ഈവൻതോ നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറപ്പുള്ളതായിരിക്കട്ടെ, നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കട്ടെ, കർത്താവിന്റെ വഴിയിലാണ് ഞാൻ എന്നുള്ള ഉറപ്പ്. അവിടെ കർത്താവ് എഴുന്നേറ്റ് എന്താ ചെയ്തേ? കർത്താവ് എഴുന്നേറ്റപ്പോൾ ഒരു സെക്കൻഡിൽ കൊടുങ്കാറ്റും തിരമാലകളും എല്ലാം ശാന്തമായി നമ്മൾ വായിക്കുന്നു. ആ കൊടുങ്കാറ്റും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്ന് ഉണർന്നാൽ ഇതെല്ലാം ഒരു സെക്കൻഡിനകം ശാന്തമാകാവുന്ന കാര്യമേ ഉള്ളൂ. എന്തിനായിരുന്നു കൊടുങ്കാറ്റും തിരമാലയും വന്നത്? അതിന്റെ അപ്പുറം നമ്മൾ വായിക്കുന്നു, ഗദരദേശത്ത് 2 ഭൂതഗ്രസ്തർ ഉണ്ടായിരുന്നു. ഈ ഭൂതഗ്രസ്തർ ഉണ്ടായിരുന്നത് കൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു എന്നാണ് വായിക്കുന്നത്. ആ അടഞ്ഞു കിടന്നിരുന്ന വഴി, ആ ഭൂതഗ്രസ്തർ മുഖാന്തരം അടഞ്ഞു കിടന്നിരുന്ന ആ വഴി തുറക്കേണ്ടതിന് കർത്താവിന് പദ്ധതി ഉണ്ടായിരുന്നു. ആ വഴി തുറക്കേണ്ടതിനാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് അങ്ങോട്ട് കടന്നു പോകുന്നത്. ചിലപ്പോൾ നിങ്ങളെ ചില കൊടുങ്കാറ്റിലൂടെ, ചില കഷ്ടത്തിലൂടെ കടത്തി വിടുന്നത് അതിന്റെ അപ്പുറം കടന്ന് ചിലരുടെ വഴി തുറന്നു കൊടുക്കുക, നിങ്ങളെ കൊണ്ട് ചില വഴികളെ തുറപ്പിക്കാൻ കർത്താവിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ചില കൊടുങ്കാറ്റിൽ കൂടി, ചില തിരമാലകൾക്ക് അകത്തുകൂടി നിങ്ങളെ കടത്തി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വഴിയിലാണോ നിങ്ങൾ എന്ന് മാത്രം ചിന്തിച്ചു കൊടുക്കുക. നമ്മുടെ വഴി നമ്മൾ തിരിച്ചറിയുക. കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിന്റെ നടുക്ക് ഇതെല്ലാം കഷ്ടമെല്ലാം വന്നേക്കാം. പക്ഷെ അതിനകത്ത് നിങ്ങൾ മിറാക്കിൾസ് കാണും, നിങ്ങൾ അത്ഭുതം കാണും, ചെങ്കടൽ പിളരുന്നത് കാണും, പിറകെ വരുന്ന ഫറവോൻ സൈന്യത്തെ നശിപ്പിക്കുന്നത് കാണും. ഇപ്രകാരം കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ കടന്നു പോകാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണം. ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തണം. കർത്താവിന്റെ ഹിതമനുസരിച്ച് പോകാനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളെ തന്നെ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ കാര്യത്തിൽ സമർപ്പിച്ചു കൊടുത്താട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, കർത്താവിന്റെ വഴിയിലല്ലേ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിന്റെ വഴിയിലാണല്ലോ ഞങ്ങൾ, പിന്നെ എന്താ ഇപ്രകാരം പറയുന്നേ? പ്രിയമുള്ളവരെ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഒരു 3-4-5 മാസങ്ങൾക്ക് മുമ്പ് 2-3 മാസത്തോളം ഇതേ വാക്യം എപ്പോ പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നാലും, എപ്പോ ദൈവസന്നിധി ചെന്നിരുന്നാലും കേൾക്കുന്ന ഒരേ കാര്യം, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. ഇത് തന്നെ ഞാൻ കേൾക്കുക. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ച കാര്യം ഇതാ, കർത്താവ് ഞാൻ അങ്ങയുടെ കരത്തിലെ വഴിയല്ലേ ഏൽപ്പിച്ചേക്കുന്നത്, പിന്നെ എന്താ പിന്നെയും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കർത്താവ് എന്നെ കുറച്ച് കാര്യം കാണിച്ചു തന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ
ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. എനിക്ക് കുറെ ഭയങ്കര തിരക്കുകൾക്കിടയ്ക്ക് പല കാര്യം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, പല വിഷയത്തിനകത്തേക്കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ എന്നോട് പറയും, നിന്റെ വഴി ഭരമേൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ അടുക്കളപ്പണിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞു. അന്ന് ഒരിക്കലും അത്രയും വേഗത്തിൽ തീരാത്ത പണികളെല്ലാം വേഗത്തിൽ തീർന്നു. അതുപോലെ ഞാൻ ബസ്സിൽ കയറി പോകാനായിട്ട് ബസ്സിൽ ചെന്നിരുന്നപ്പോഴും പിന്നെ ഈ വാക്യം എന്നോട് ഇടപെടുക. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതും ഞാൻ ഈ യാത്രയും അങ്ങയുടെ കർത്താവ് ഭരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് എന്റെ അടുക്കൽ ഒരു സഹോദരി വന്നിരുന്നു. സാധാരണ ഞാൻ ബസ്സിൽ ഇരുന്ന് കുറച്ചു നേരം ഉറങ്ങും, കുറച്ചു നേരം വായിക്കും, എന്തെങ്കിലും ചിന്തിക്കും. പക്ഷെ അന്ന് എനിക്ക് ആ സഹോദരിയുടെ സുവിശേഷം പറയാൻ കർത്താവ് എനിക്ക് പ്രേരണ തന്നു. ആ സഹോദരിയുടെ സുവിശേഷം പറയുവാനായിട്ട് തീർന്നു. കോളേജിൽ ചെന്നു. അതുവരെ ഇല്ലാത്ത അന്തരീക്ഷം. പല കുട്ടികളും വന്ന് എന്റെ അടുത്ത് വന്നിട്ട് മിസ്സിന്റെ ഞങ്ങൾ കേട്ടു, ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ മിസ്സിന്റെ വാക്ക് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം, പല 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 കാര്യങ്ങൾ കേൾക്കും. ഞാൻ ഓർക്കും, കർത്താവേ, ഇതുവരെ ഞാൻ ഭരമേൽപ്പിച്ചത് എന്തായിരുന്നു? എന്റെ വഴി ഞാൻ ഭരമേൽപ്പിച്ചിട്ടില്ലായിരുന്നു അന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം ഞാൻ ദൈവത്തിന്റെ സന്നിധി പറഞ്ഞു, കർത്താവേ, എന്റെ ഓരോ വഴി എല്ലാം ഈച്ച് ആൻഡ് എവരി പോയിന്റ്, ഓരോ ടൈമും ഞാൻ അങ്ങേ ഭരമേൽപ്പിക്കുക കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ കരത്തിൽ ഭരമേൽപ്പിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ കർത്താവിന്റെ കരത്തിൽ, കർത്താവിന്റെ വഴിയിലാണോ നമ്മൾ പോകുന്നത്? കർത്താവിന്റെ വഴിയിലാണെങ്കിൽ നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനെ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കുമെന്ന വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വഴി തിരിച്ചറിയുവാൻ കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആ വഴിയിലൂടെ നടക്കുമ്പോൾ കൊടുങ്കാറ്റും തിരമാലകളും എല്ലാം വന്നേക്കാം. പക്ഷെ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, കർത്താവിന്റെ വഴിയിലാണോ നിങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിന്റെ കൂടെയാണ് നടക്കുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അപ്പുറം കടത്തി അതിനകത്തും ആ വിഷയത്തിന് നടുവിലും കർത്താവ് വഴി തുറന്നു തരുവാൻ ദൈവം ശക്തനാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആ ദുഷ്ടന്റെ വഴി അടച്ചു കളയുവാൻ കർത്താവ് ശക്തനാണ്. അതിനാൽ കർത്താവിന്റെ ഹിതപ്രകാരമുള്ള വഴിയെ പോകാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുക. ഈ കൂടിയിരിക്കുന്ന എല്ലാ ജനത്തിനും വേണ്ടി കർത്താവെ അടിയാൻ പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ജനം കർത്താവെ അങ്ങയുടെ വഴിയിലൂടെ നടക്കുന്നവരായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ വഴി അങ്ങിൽ ഭരമേൽപ്പിക്കുവാൻ കർത്താവെ അങ്ങിൽ തന്നെ ആശ്രയിപ്പൻ അവരെ സഹായിക്കും മുഴുവനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുഴുവൻ മഹത്വവും അപ്പ അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവെ, പ്രിയ പാസ്റ്ററെ ഏൽപ്പിക്കുന്നു. കർത്താവെ, തന്റെ മകനെയും കർത്താവെ ഉപയോഗിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ തിരുക്കരത്തിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, എല്ലാ മക്കളുടെയും ഹൃദയം കർത്താവിൽ സ്ഥിരമായിരിക്കട്ടെ. കർത്താവെ, നിങ്ങൾ തന്നെ ആശ്രയിപ്പൻ, ഞങ്ങളുടെ വഴിയിലൂടെ നടക്കുവാൻ അങ്ങ് അവരെ സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശുവിനുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ, ഈ സാക്ഷ്യങ്ങളെല്ലാം കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് തന്നിരിക്കുന്ന സമയം തീർന്നു. എന്റെ കർത്താവ് ഇത്രത്തോളം നടത്തിയതിനായി സ്തോത്രം. എന്നെ അതിനുവേണ്ടി ക്ഷണിച്ച പ്രിയ സബിൻ പാസ്റ്റർക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ദിവസം നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ധന്യ ഡോക്ടർ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികൾ ദൈവം നമ്മെ കേൾപ്പിച്ചു. സ്തോത്രം. കർത്താവിന്റെ ദാസി ഇന്ന് സുവിശേഷ വേലയിലായിരിക്കുന്നു. അദ്ദേഹം ഒരു PhD ഹോൾഡറാണ്, കോളേജിൽ പഠിപ്പിക്കുന്നു. ഞാൻ ആദ്യം ഈ കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞില്ല. അദ്ദേഹം ഈ സാക്ഷ്യത്തിലൂടെ ഇതെല്ലാം പറയാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാനത് മുൻകൂട്ടി പറയാതിരുന്നത്. 2002 ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുവാൻ അവസരം ഒരുക്കിയത്. അന്ന് ഞാൻ ഈ ധന്യ ഡോക്ടറുടെ സഹോദരനും ഞാനും ഒരുമിച്ച് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ആ വീട്ടിൽ കടന്നു പോകാനും അവരൊരു ഹിന്ദു നായർ ഫാമിലിയിൽപ്പെട്ട കുടുംബമായിരുന്നു. കർത്താവിനെ പറ്റി പങ്കുവെക്കാനൊക്കെ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിലൂടെയായിരുന്നു പ്രിയപ്പെട്ടവർ കടന്നുപോയത്. എങ്കിലും കർത്താവിനിൽ ഉറച്ചു നിന്ന് ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഈ പേര് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുക. കർത്താവിന് വേണ്ടി അവർ വളരെ പ്രയോജനപ്പെടുന്നു. അടിമാലിയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ പാസ്റ്റർ വിനോദ് ആണ് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ്. അവരും കർത്താവിൻ്റെ ദാസി ഒരുമിച്ച് ചേർന്ന് അവർ കുടുംബമായി ദൈവത്തിൻ്റെ വേലയിൽ വളരെ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിച്ചതുപോലെ നിന്റെ വഴി യഹോവയെങ്കിൽ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ വഴികളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അത് ആമേൻ നന്മയാക്കുന്ന ദൈവമാണ്, അത് നിർവഹിച്ചു തരുന്ന ദൈവമാണെന്ന് ഈ രാത്രി ദൈവം നമ്മളോട് വീണ്ടും സംസാരിച്ചല്ലോ. ഈ വചനത്തിൻ്റെ മുമ്പാകെ നമ്മുടെ ഹൃദയം ഒരിക്കൽ കൂടി വിട്ടുകൊടുക്കാം. നമ്മുടെ ഏറ്റവും തകർച്ചയിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്, അത്ഭുതകരമായി വഴി നടത്തുന്ന കർത്താവ്, സ്തോത്രം, നമ്മെ മുന്നോട്ട് നയിക്കുന്ന ആ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ സ്തോത്രം ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. നാം ഈ രാത്രി കേട്ടതുപോലെ ആമേൻ, സ്തോത്രം, ഇസ്രായേൽ ജനത്തിന് വേണ്ടി തുറന്നു കൊടുത്ത വഴി അത് ഫറവോന്റെയും സൈന്യത്തിന്റെയും തകർച്ചയ്ക്ക് കൂടി കാരണമായതുപോലെ
ഇന്ന് രാത്രി നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികളെ തകർത്ത് ഒരു വലിയ മുന്നേറ്റത്തിനായി നമ്മെ ഒരുക്കുന്ന കർത്താവ്, നമ്മെ പിന്തുടരുന്ന ഫറവോന്യ ആധിപത്യങ്ങളെ കീഴടക്കി നമ്മെ മുന്നോട്ട് നയിക്കുവാൻ ശക്തനായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അമ്മേ, കർത്താവിന്റെ തന്റെ ദാസി കുടുംബമായി കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ നമുക്ക് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ കുടുംബങ്ങൾക്കായി ഒരു നിമിഷം കൂടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ ഹൃദയങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ആമേ, സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ വഴികളൊന്ന് ഫലമേൽപ്പിക്കാമോ? ദൈവം നമുക്ക് നൽകുന്ന നിയോഗങ്ങളെ അനുസരിക്കുവാൻ, ദൈവം നമുക്ക് നൽകുന്ന പ്രേരണകൾ അനുസരിക്കുവാൻ, ദൈവത്തിന്റെ ആലോചന പ്രകാരം നമ്മുടെ ജീവിതത്തെ ഈ രാത്രി ദൈവഹിതത്തിനു വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് ഒരു നിമിഷം കൂടി ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹൃദയങ്ങളെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ ആത്മാവിന് രാത്രി തന്റെ ദാസിയുടെ ജീവിത അനുഭവങ്ങളിലൂടെ വീണ്ടും നമ്മളോട് സംസാരിച്ചല്ലോ. ഏറ്റവും തകർച്ചയുടെ വക്കിൽ നിന്ന്, ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പിശാച് വാദിക്കുന്ന മണ്ഡലത്തിൽ നിന്നും ദൈവം തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ, തന്റെ ജനത്തിനു വേണ്ടി നന്മയെ തരുവാൻ ഇന്ന് രാത്രി ദൈവം വിശ്വസ്തനാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റേ